നമസ്കാരം. വീണ്ടും രാജ്യത്ത് ലോക്ക്ഡൗൺ. ജനത്തെ വീട്ടിലിരുത്താൻ കേന്ദ്ര സർക്കാർ. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ രാജ്യം ലോക്ക്ഡൗണിലേക്ക് പോകുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. രാജ്യം ലോക്ക്ഡൗണിലേക്ക് എന്ന് സൂചന നൽകിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനം ഓൺലൈൻ ക്ലാസ്സിന് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയതടക്കം അതിനു മുന്നേ തന്നെ വർക്ക് ഫ്രം ഹോമിനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഓൺലൈൻ ക്ലാസ്സിന് നിർദ്ദേശം നൽകിയതോടുകൂടിയാണ് ഈ ആശങ്ക വർദ്ധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഘട്ടം ഘട്ടമായിട്ട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുവാനാണ് കേന്ദ്രത്തിന്റെ നീക്കമെന്ന് പറയുന്നത്. സ്കൂളുകളിൽ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറേണ്ട സാഹചര്യമാണ് എന്ന് പറയപ്പെടുന്നു. അത്തരത്തിൽ മാറുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയം വിശദമായിട്ട് പരിശോധിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതേസമയം ഈ പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ നഷ്ടം പരിഹരിക്കുവാൻ വരും ദിവസങ്ങളിൽ ഇന്ധനവില വർദ്ധിപ്പിക്കാനും പോകുന്നുണ്ട്. അപ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഏകദേശം 5 രൂപ വരെ വർദ്ധിച്ചേക്കാം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ മോദി സർക്കാർ വേണ്ട മുൻകരുതലുകൾ എടുക്കാത്തതാണ് രാജ്യത്തെ കടുത്ത ഇന്ധന പ്രതിസന്ധിക്ക് നയിക്കാൻ കാരണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയാൻ കഴിയുന്നത്. എന്നാൽ മോദിയുടെ അഭ്യർത്ഥനയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഹൈദരാബാദിൽ അടുത്തിടെ നടത്തിയ പ്രസംഗത്തിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യുക, അതായത് വർക്ക് ഫ്രം ഹോം ചെയ്യുക. മറ്റൊന്ന്, സ്വർണം വാങ്ങുന്നത് വൈകിപ്പിക്കുക, ഇപ്പോൾ സ്വർണം വാങ്ങാതിരിക്കുക, അനാവശ്യമായിട്ടുള്ള അന്താരാഷ്ട്ര യാത്രകളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇതൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യക്കാരോട് അഭ്യർത്ഥിച്ചത്. ചിലർ ഈ നിർദ്ദേശങ്ങളെ പ്രതീകാത്മകമായിട്ട് മാത്രം വീക്ഷിച്ചപ്പോൾ മറ്റു ചിലർ ഇവ പ്രായോഗികമല്ല എന്ന് വിലയിരുത്തി. എന്നാൽ ഇതിന് പിന്നിലെ അടിസ്ഥാനപരമായിട്ടുള്ള കണക്കുകളെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഇന്ത്യയുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയുടെ ഗുരുതരാവസ്ഥയെക്കുറിച്ചുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു ആശയവിനിമയമാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത് എന്ന് വ്യക്തമാകും. ആ 3 അഭ്യർത്ഥനകൾ എന്ന് പറയുന്നത്, ഇപ്പൊ മോദിയുടെ 3 അഭ്യർത്ഥനകളിൽ ഓരോന്നും ഇന്ത്യയുടെ ഇറക്കുമതി ലെഡ്ജറിലെ പ്രത്യേക ഇനങ്ങളായി നേരിട്ട് പൊരുത്തപ്പെടുന്നവയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിൽ ആദ്യത്തേത് എണ്ണയാണ്. ഏറ്റവും അടിയന്തരമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയം. ക്രൂഡ് ഓയിലിനും പെട്രോളിയം ഇറക്കുമതിക്കുമായിട്ട് ഇന്ത്യ പ്രതിവർഷം കോടിക്കണക്കിന് ഡോളറാണ് ചെലവഴിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ ആകെ ഇറക്കുമതി ചെലവിന്റെ ഏകദേശം 22% വരും. പൗരന്മാരോട് വീട്ടിൽ നിന്ന് ജോലി ചെയ്യുവാനും കാർ പോളിംഗ് നടത്തുവാനും പൊതുഗതാഗതം ഉപയോഗിക്കുവാനും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ മോദി കോവിഡ് കാലത്തെ മഹത്വവൽക്കരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് സാമ്പത്തിക നയങ്ങൾ കൊണ്ട് പെട്ടെന്ന് നേടിയെടുക്കുവാൻ കഴിയാത്ത ഒരു കാര്യം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പൗരന്മാരോട് അഭ്യർത്ഥിക്കുകയാണ്. അതായത് രൂപയുടെ മൂല്യത്തിന്മേലും വ്യാപാര കമ്പിക്കുമേലുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നതിനുമായിട്ട് ഗാർഹിക തലത്തിൽ പെട്രോളിയത്തിന്റെ ആവശ്യം നേരിയ തോതിലെങ്കിലും കുറയ്ക്കുക എന്ന ലക്ഷ്യം. ഇനി രണ്ടാമത്തത് ആശങ്കാജനകമായിട്ടുള്ള മേഖല സ്വർണ്ണമാണ്. ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതി 24% വർദ്ധിച്ച് മുൻ വർഷത്തെ $58 ബില്യൺ നിന്ന് അഭൂതപൂർവമായിട്ടുള്ള ഉയർന്ന നിരക്കായിട്ടുള്ള $71.98 ബില്യൺ ഇന്ത്യ തങ്ങൾക്ക് ആവശ്യമുള്ള സ്വർണത്തിന്റെ ഏകദേശം 85% ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കറിയാവുന്ന കാര്യം. അപ്പൊ ലോകത്തിൽ തന്നെ സ്വർണത്തെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിനായിട്ട് ചിലവഴിക്കുന്ന ഓരോ രൂപയും ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പണത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത് കറണ്ട് അക്കൗണ്ട് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതാണ്. എണ്ണ ഇറക്കുമതി കാരണം കറണ്ട് അക്കൗണ്ട് കമ്മി ഇതിനകം തന്നെ കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുന്ന ഈ സമയത്ത് മോദിയുടെ അഭ്യർത്ഥന വിവേകപൂർണമായ ഒന്നാണ്. അതായത് സ്വർണം വാങ്ങുന്നത് സ്ഥിരമായി ഉപേക്ഷിക്കാനല്ല, മറിച്ച് സാമ്പത്തിക സ്ഥിതി സാധാരണ നിലയിലാകുന്നത് വരെ 1 വർഷത്തേക്ക് അത് വാങ്ങുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുക. സാമ്പത്തിക ഒഴുക്കിന്റെ 3ാമത്തെ മേഖല എന്ന് പറയപ്പെടുന്ന വിദേശ ടൂറിസമാണ്. ഇന്ത്യക്കാർ വിനോദയാത്രയ്ക്കായിട്ട് വിദേശത്തേക്ക് പോകുമ്പോൾ അവർ ഡോളർ, യൂറോ, ദിർഹം തുടങ്ങിയ വിദേശ കറൻസികളാണ് ചെലവഴിക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ ഈ പണമൊഴുക്ക് കറണ്ട് അക്കൗണ്ട് സമ്മർദ്ദങ്ങളെ കൂടുതൽ വഷളാക്കുകയാണ്. അപ്പൊ മോദിയുടെ ഈ ആവശ്യം സമയബന്ധിതവും വ്യക്തവുമാണ്. അപ്പൊ ഇത് ആളുകളുടെ ജീവിതശൈലി തിരഞ്ഞെടുപ്പുകളെ വിമർശിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു സാമ്പത്തിക പ്രതിരോധ കവചമായി വർത്തിക്കാൻ പോകുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അപ്പൊ അതിനകത്ത് ഇന്ത്യക്കാർ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നാമതായിട്ട് ഇത് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമായി കാണേണ്ടതില്ല. രൂപയുടെ മൂല്യം സംരക്ഷിക്കുന്നതിനും ഇറക്കുമതിക്ക് പണം കണ്ടെത്തുന്നതിനുമായിട്ട് റിസർവ് ബാങ്ക് സൂക്ഷിച്ചിട്ടുള്ള ഡോളർ, സ്വർണം, മറ്റ് ആസ്തികൾ എന്നിവ അടങ്ങുന്ന ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം രാജ്യത്തിന് ശക്തമായ ഒരു സുരക്ഷ ഒരുക്കുകയാണ്. ഈ പ്രവാസി ഇന്ത്യക്കാരിൽ നിന്നുള്ള പണമിടപാടുകൾ ഈ കരുതൽ ശേഖരത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. കൂടാതെ ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിച്ചുള്ള പാതകളിൽ നിന്ന് മാറി ക്രൂഡ് ഓയിൽ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ സജീവമായിട്ട് ഇടപെടുകയാണ്. അപ്പോൾ നമ്മുടെ സ്ഥാപനപരമായ ഘടനകൾ ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്ന് വാദിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട് പ്രധാനമന്ത്രിയുടെ ഈ സന്ദേശം വരാനിരിക്കുന്ന
നയപരമായ ചർച്ചകളുടെ പ്രാരംഭഘട്ടം മാത്രമാണ് എന്ന് തിരിച്ചറിയേണ്ട പ്രാധാന്യം കൂടി അതിനകത്തുണ്ട്. അതായത് ഇറക്കുമതി തീരുവയിലെ മാറ്റങ്ങൾ, ഇന്ധനവില പുനഃക്രമീകരിക്കൽ, ആഭ്യന്തര ബദലുകൾക്കുള്ള പ്രോത്സാഹനങ്ങൾ എന്നിവ പോലുള്ള കൂടുതൽ കർശനമായിട്ടുള്ള നടപടികൾ ഇതിന് പിന്നാലെ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് വ്യക്തികൾ തങ്ങളുടെ സ്വന്തം സാമ്പത്തിക സാഹചര്യങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. ആഭ്യന്തര സ്വർണ്ണവില എക്കാലത്തെയും ഉയർന്ന നിരക്കിൽ എത്തി നിൽക്കുന്നു. 2026 തുടക്കത്തിൽ 10 ഗ്രാമിന് ശരാശരി 1,50,000 മുകളിലായിരുന്നു വില ഉണ്ടായിരുന്നത്. ഇത് പുതിയ വാങ്ങലുകൾ നടത്തുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സമയമായിരിക്കില്ല എന്നതാണ്. ഇവിടെ പലപ്പോഴും ഈ സോവറിൻ ഗോൾഡ് ബോണ്ടുകളും ഗോൾഡ് ETF-കളും, അതായത് ഫിസിക്കൽ ഇറക്കുമതി ആവശ്യമില്ലാതെ സ്വർണ്ണവിലയെ പിന്തുടരുന്ന എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളാണ്. അപ്പൊ അവയെപ്പോലുള്ളവ സമ്പദ് വ്യവസ്ഥ വിദേശ നാണയ വിനിമയ ആഘാതം ഉണ്ടാക്കാതെ ഈ സ്വർണത്തിന്റെ അതേ പണപ്പെരുപ്പ പ്രതിരോധം ഉറപ്പു നൽകുന്ന തരത്തിലേക്ക് എത്തപ്പെടുക എന്നുള്ളതാണ് അതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പൊ ഇക്വിറ്റി നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഏകദേശം 84 രൂപയിൽ നിന്ന് 95 രൂപയായി ഇടിഞ്ഞത് ഒരു സൂചനയാണ്. രൂപ ദുർബലപ്പെടുമ്പോൾ വിദേശ കറൻസിയിൽ വരുമാനം നേടുന്ന IT സേവനങ്ങളോ ഫാർമസ്യൂട്ടിക്കൽസോ പോലുള്ള കയറ്റുമതി അധിഷ്ഠിത ഇക്വിറ്റികൾക്ക് നേട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം അവരുടെ ഡോളർ വരുമാനം ആഭ്യന്തരമായിട്ട് കൂടുതൽ രൂപയായി കൺവേർട്ട് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ മാറപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്നിരുന്നാലും ഇതിന് വിപരീതമായിട്ടൊരു ശക്തമായിട്ടുള്ള വാദവും, അതായത് ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങൾക്ക് സ്വർണം എന്നത് ഒരു ആഡംബരമല്ല, അത് അവരുടെ ഒരു സമ്പാദ്യവും വീടും ഇൻഷുറൻസും ഒത്തുചേർന്ന ഒരു സംവിധാനമാണ്. അപ്പൊ സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാൻ ആളുകളോട് ആവശ്യപ്പെടുന്നത് വ്യക്തമായി നിർവചിക്കപ്പെട്ട മറ്റ് ബദൽ സമ്പാദ്യ മാർഗങ്ങൾ ഇല്ലാതെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന രൂപയിലേക്ക് കൂടുതൽ തുറന്നു കാട്ടപ്പെടാൻ അവരോട് ആവശ്യപ്പെടുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ്. സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ ഇതിന് ചില സഹായങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അവയുടെ വ്യാപനം എന്ന് പറയുന്നത് ഇപ്പോഴും പരിമിതമാണ് എന്ന്. അതുപോലെ തന്നെ നമ്മൾ ഈ വർക്ക് ഫ്രം ഹോം, വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള അവസരമുണ്ടല്ലോ, ഇന്ത്യയിലെ ഭൂരിഭാഗം തൊഴിലാളികൾക്കും സാധ്യമല്ലാത്ത കാര്യമാണത്. മോദിയുടെ അഭ്യർത്ഥന എത്ര നല്ല ഉദ്ദേശത്തോടെ ഉള്ളതാണെങ്കിലും ആളുകളുടെ വരുമാന നിലവാരം അനുസരിച്ചിട്ട് അതിന്റെ സ്വാധീനം വ്യത്യസ്തമായിരിക്കും. ഒരു സാമ്പത്തിക വിദഗ്ധന്റെ കണ്ണിലൂടെ നോക്കിയാൽ ഈ നയം മൊത്തത്തിൽ യുക്തിസഹമാണോ എന്ന് മാത്രമല്ല, ഈ ചെലവ് അത് സഹിക്കാൻ പ്രത്യേകമായിട്ട് ആരോടാണ് ആവശ്യപ്പെടുന്നത് എന്ന് കൂടിയാണ്. ആത്യന്തികമായിട്ട് മോദിയുടെ അഭ്യർത്ഥന ഒരു ഉത്തരവല്ല, മറിച്ച് തങ്ങൾ ജീവിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ഒരു ക്ഷണമാണ്. അപ്പോൾ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു മോശം ആശയമല്ല എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇറാനും ഒമാനും ഇടയിലുള്ള നിർണായകമായിട്ടുള്ള സമുദ്രപാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങളാണ് ഇപ്പോൾ ഇങ്ങനൊരു അഭ്യർത്ഥനയിലേക്ക് നരേന്ദ്രമോദിയെ കൊണ്ട് എത്തിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നു പോകുന്നത് ഹോർമൂസിലൂടെയാണ്. അപ്പോൾ ഈ തടസ്സം കാരണം ബ്രണ്ട് ക്രൂഡ് ഓയിലിന്റെ വില ഈ ആഴ്ച ബാരലിന് $107 കവിഞ്ഞു. കഴിഞ്ഞ മാസം ഇത് $126 മുകളിൽ വരെ എത്തിയിരുന്നു. അപ്പോൾ ആഗോളതലത്തിൽ എണ്ണവില നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡമായി വർത്തിക്കുന്നത് ബ്രണ്ട് ക്രൂഡാണ്. അപ്പൊ ഇത് ലോകമെമ്പാടുമുള്ള ഗ്യാസോലിൻ മുതൽ പ്ലാസ്റ്റിക് വരെയുള്ള ഉൽപ്പന്നങ്ങളുടെ വിലയെ സ്വാധീനിക്കുകയാണ്. അപ്പൊ പല രാജ്യങ്ങളും ബ്രണ്ട് വിലയിലെ ഈ കുതിച്ചുയരലിനെ ഒരു വലിയ അസൗകര്യമായി മാത്രമാണ് കാണുന്നത് എങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് രാജ്യത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സാമ്പത്തിക ദുർബലതയാണ് തുറന്നു കാട്ടുന്നത്. ഇന്ത്യ തങ്ങൾക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 88% ഇറക്കുമതി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ 40 മുതൽ 50% വരെ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് കടന്നു വരുന്നത്. ബ്രണ്ട് വിലയിൽ ബാരലിനുണ്ടാകുന്ന ഓരോ $10 വർധനവ് അത് ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് കമ്മിറ്റ് GDP-യുടെ ഏകദേശം 0.3% to 0.5% വരെ വർദ്ധിക്കുമെന്ന് വാർഷിക ഇറക്കുമതി ചെലവിലേക്ക് കോടിക്കണക്കിന് രൂപ കൂട്ടിച്ചേർക്കുമെന്നുള്ള കണക്കുകൾ കൂടി മുന്നോട്ട് വരുമ്പോഴാണ് ഈ പുതിയ നിർദ്ദേശങ്ങൾ രാജ്യത്തേക്ക് വെക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലോക്ക്ഡൌണിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഒരു രാജ്യം ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലേക്ക് നടത്തുന്ന ചെലവുകളും അവിടെ നിന്ന് ലഭിക്കുന്ന വരുമാനവും തമ്മിലുള്ള വ്യത്യാസത്തെ പ്രതിനിധീകരിക്കുന്ന കറണ്ട് അക്കൗണ്ട് കമ്മി ഒരു സമ്പദ് വ്യവസ്ഥയുടെ സുസ്ഥിരതയുടെ നിർണായകമായിട്ടുള്ള സൂചകമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ബ്രണ്ട് വില ഏകദേശം $60 നിന്ന് $120 അധികമായി ഉയർന്നതോടുകൂടിയാണ് ഈ കമ്മി എന്ന് പറയപ്പെടുന്ന അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും രാജ്യത്ത് വിലവർദ്ധനവ് ധാരാളമാകുന്നത്. അപ്പോൾ ഉയർന്ന ഒരു വിലവർദ്ധനവ് സാഹചര്യത്തിൽ എങ്ങനെയാണ് രാജ്യത്തെ നയിക്കാൻ കഴിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് രാജ്യത്തെ പ്രധാനമന്ത്രി 3 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് ഒന്ന് വർക്ക് ഫ്രം ഹോം എന്ന് പറയപ്പെടുന്നതാണ്, മറ്റൊന്ന് അന്യ ദേശങ്ങളിലേക്കുള്ള യാത്ര എന്ന് പറയപ്പെടുന്നത്, മറ്റൊന്ന് സ്വർണം വാങ്ങുകയാണ്. ഇതിൽ ഒഴിവാക്കൽപ്പെടുകൾ ഉണ്ടെങ്കിൽ രാജ്യത്ത് ഒരു ലോക്ക്ഡൗൺ ഒഴിവാക്കാൻ കഴിയും, ഇല്ലെങ്കിൽ വീണ്ടും രാജ്യത്ത് ഒരു ലോക്ക്ഡൌണിന്റെ സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ജനത്തെ വീട്ടിലിരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഈ ഇറാൻ അമേരിക്ക യുദ്ധം നൽകുന്നത്.